അപ്പോൾ നമ്മുടെ പോണേലയിലുള്ള പച്ചക്കറി മാർക്കറ്റിലാട്ടോ നമ്മളുള്ളത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ മധുരക്കിഴങ്ങൊക്കെ ഇരിക്കുന്നത്. എല്ലാവരും മധുരക്കിഴങ്ങിന്റെ സീസണാണ് ഇപ്പൊ. ഇവിടെ ചേട്ടന്മാരെല്ലാരും നിൽക്കുന്നുണ്ട്. മരുന്നേട്ടത് കപ്പിയൊക്കെ പിടിച്ച് നിൽക്കുന്നു. വെക്കാൻ പറ്റോ? തുണി എടുത്തിട്ട് പറഞ്ഞോ. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തേത് നമ്മൾ കാണിക്കാൻ പോണത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഇവിടെ ചെറിയ ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ തൊട്ട് മുന്നേ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം, സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട്. അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ചെറിയൊരു ഈവനിങ് വ്ളോഗ് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊണേലയിൽ എത്തിട്ടോ. ഇവിടെയായിരുന്നു നമ്മൾ ആദ്യത്തെ വീടുണ്ടായിരുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു ഏരിയക്ക് വന്നപ്പോ ഉണ്ടായിരുന്ന വീട് ഈ ഒരു സിറ്റിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ വരുന്നത് ഈ പൊണേല സിറ്റിയിലാണ് കേട്ടോ. ഇവിടെ ഫെയർ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ നിന്നാണ് നമ്മൾ അത്യാവശ്യമുള്ള പഞ്ചസാര, പച്ചരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുക. ഈ ഒരു നീല ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം സാധനം കിട്ടും. ഞാൻ മാത്രല്ല, അരുണേട്ടനുണ്ട് കേട്ടോ. നമ്മള് സാധനം വാങ്ങാൻ വന്നതാണ്. കുറച്ച് സിമന്റ് വാങ്ങണം നമുക്ക്. നമ്മുടെ സ്കൂളിന്റെ അല്ല, നമ്മുടെ കിണറിന്റെ പണിക്കുള്ളത്. ഭയങ്കര വെയിലാണ്. അപ്പൊ ഞങ്ങൾ സിമന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു കടയില് നമ്മുടെ കിണറിന്റെ പണി നടക്കണം. കിണറിന്റെ ബ്രിക്സ് വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ അത് തുടങ്ങണം. അതിനുവേണ്ടി സിമന്റ് വാങ്ങാൻ വന്നതാണ്. അരുണേട്ടൻ ഷോപ്പിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പെയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പെയിൻറ് കട കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സിമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സിമെൻ്റ് ഒക്കെ വാങ്ങി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പോണേലയിലുള്ള പച്ചക്കറി മാർക്കറ്റിലാട്ടോ നമ്മളുള്ളത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ മധുരക്കിഴങ്ങൊക്കെ ഇരിക്കുന്നത്. എല്ലാവരും മധുരക്കിഴങ്ങിന്റെ സീസണാണ് കേട്ടോ ഇപ്പോൾ. ഇവിടെ ചേട്ടന്മാരെല്ലാവരും നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കപ്പ വാങ്ങാൻ വന്നതാട്ടോ. അതിൻ്റെ കപ്പയൊക്കെ നോക്കുന്നുണ്ട്. കപ്പേൻ്റെ വലുപ്പത്തിനനുസരിച്ചാട്ടോ കപ്പേൻ്റെ വില. ഇതിന് എത്ര 200. നല്ല കപ്പയാട്ടോ ഇവിടെ കിട്ടുന്നത്. നല്ല പൊടിയുള്ള കപ്പയാണ്. അപ്പം നാളെ അരുണേട്ടൻ്റെ അനിയൻ വരുന്നുണ്ട് കേട്ടോ. ഞാനിത് എടുത്തത് ശനിയാഴ്ച വൈകിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞായറാഴ്ച അരുണേട്ടൻ്റെ അനിയൻ വരുന്നുണ്ട്. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ നമ്മളിപ്പോൾ കപ്പയൊക്കെ വാങ്ങുന്നത്. കപ്പയൊക്കെ പിടിച്ചിരിക്കുന്ന അത് നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഈ വണ്ടിയിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. അവരെവിടെ ഫുട്ബോളിനോ എന്തോ പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ച് വരികയാണ്. നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വണ്ടിയിൽ തിരിച്ച് പോവാണ്. അപ്പോൾ പോണേലയിൽ ഇവിടെ നിർത്തിയപ്പോൾ ഞാനത് എന്താണ് ഈ സൗണ്ട് എന്ന് വിചാരിച്ചൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട് ഒരു വണ്ടീൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇന്നത്തെ കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ്. ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. തിരിച്ചു പോന്നപ്പോൾ സന്ധ്യ മയങ്ങിയിട്ടോ. അപ്പോൾ കണ്ടില്ല, പുറത്ത് ആകാശവും മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു കളറ്, രാത്രിയുടെ ഒരു വൈകുന്നേരത്തിൻ്റെ നല്ലൊരു കളറുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക്. അപ്പം നമ്മൾ വീട്ടിലെത്തി നമ്മൾ ചടേപ്പടേ എന്ന് പറഞ്ഞാണ്ട് മട്ടൻ ബിരിയാണി അല്ലല്ലോ, മന്തി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരുണേട്ടൻ പണിയിലാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ അരുണേട്ടൻ ഇവിടെ മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് കുറേ പേര് കുഴിയിൽ തീ ഇട്ടുകൊണ്ടിരിക്കുന്നത്, കനലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർ മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും. മട്ടനാണല്ലോ, കുറേ നേരം പിടിക്കും വേവാവാൻ, എന്ത് വരാൻ. അപ്പം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും വിശക്കാതിരിക്കാൻ ഓരോ പഴംപൊരി ഉണ്ടാക്കി കഴിക്കാന്ന്. അപ്പം അതിൻ്റെ പണിയിലാണ്. അതും കൂടെ കാണിച്ചു തരാം.
അപ്പോൾ റൈസ് ഇതേ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇത് പെട്ടെന്നാവട്ടെ, ഒരു ഹാഫ് വേവിൽ 80% കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പോൾ ഒരു 80% നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പകുതി വേവിൽ നമ്മൾ ഇറക്കി വെക്കൂട്ടോ അരി. കാരണം മട്ടന് ഒരുപാട് വേവ് ഉള്ളതുകൊണ്ട് മട്ടൻ ഇവിടെ മസാലയൊക്കെ തേച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 2-3 മണിക്കൂർ മുന്നേ നമ്മൾ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇത് പുറത്തെടുത്ത് വെച്ചേക്കാണ്. ഇനി നമ്മൾ അപ്പം നമ്മൾ പൊളിക്കുക കേട്ടോ. മട്ടൻ മതി. നമ്മൾ വീക്കെൻഡ് ഒന്ന് അടിച്ചു പൊളിക്കും. അങ്ങനെ വീക്കെൻഡിൽ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മട്ടൻ മതി. ഓരോ ദിവസം ഓരോരോ സ്പെഷ്യലാണ്. കഴിഞ്ഞ നമ്മൾ നാടൻ ചിക്കന് കറി വെച്ചു. രമേശണ്ണൻ്റെ നാടൻ ചിക്കൻ കറി ആയിരുന്നില്ലേ. ഇന്ന് നമ്മുടെ സ്വന്തം മട്ടൻ എങ്ങനെ വെന്ത് കിട്ടുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടല്ലേ നമ്മൾ വെക്കുന്നത്. ഞാൻ ഒരു 2-3 മണിക്കൂറായിട്ട് ഞാൻ മസാല തേച്ച് വെച്ചിട്ട് സാധനം. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ വെന്ത് കിട്ടുന്നുള്ളത്. അപ്പോൾ മാവൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അതൊക്കെ അരുണേട്ടനും ഫ്രണ്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഓർത്തെ. അപ്പോൾ അതേ പഴംപൊരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ പുറത്ത്. ഞാനൊന്ന് അമ്പിളിമാമനെ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരുണേട്ടനും ബാക്കിയുള്ളവരൊക്കെ അവിടെ നമ്മുടെ കുഴിമന്തി ഉണ്ടാക്കുന്നിടത്താണ്. കുഴിമന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മിട്ടത്, അതായത് ഉള്ളിലേക്ക് തീ ഒന്നും പോവാതിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അടപ്പൊക്കെ വെച്ച് മുകളിൽ കനലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കുഴിമന്തി ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ തുറന്നു. ദേ നമ്മുടെ മട്ടൻ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് മട്ടൻ മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ എത്ര സമയം എടുക്കുന്നുള്ളത്. എന്തായാലും നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾ റൈസും കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. അപ്പോൾ എല്ലാവരും അതെന്താ എടുക്കണ്ടേ, എങ്ങനെയാണ്, ഭയങ്കര ചൂടാണല്ലോ, അപ്പം തുണി വേണമെന്നൊക്കെ ചോദിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ അടിപൊളി മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏത് ഗ്രില്ലിക്ക് ചൂടുണ്ടാവും. പിടിച്ചു. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. അപ്പോൾ നമ്മുടെ കുഴിമന്തിയൊക്കെ അകത്തുനിന്ന് എടുത്തു, കുഴിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മയണൈസും അതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇതേ മയോണൈസും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇതെല്ലാം കൊണ്ടുപോയി നമുക്ക് ടേബിളിൽ വെച്ചിട്ട് എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ മന്തി റൈസ് ഇവിടെ നല്ല സോഫ്റ്റ് റൈസായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ആയിരുന്നു. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച പഴംപൊരീൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ എല്ലാ പാത്രങ്ങളും എല്ലാം നിരത്തി വെച്ചിട്ട് എല്ലാവരും കഴിച്ചു തുടങ്ങി. നല്ല ടേസ്റ്റുള്ള മട്ടൻ മന്തി ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും എല്ലാ ആഴ്ചയും ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചു പൊളിക്കാറുണ്ട്. അടിപൊളിയായിരുന്നു. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പുറത്ത് തണുപ്പൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു പുറത്ത്. ജാക്കറ്റൊക്കെ ഇട്ട് പോയത്. അപ്പോൾ കഴിഞ്ഞു അടിപൊളി മന്തി ആയിരുന്നു. സോഫ്റ്റ് ഭയങ്കര അടിപൊളി റൈസ്. പിന്നെ കൂടുതലൊന്നും കാണിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ഒരു ആഹ്ലാദത്തിൽ കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.